ഏതെങ്കിലും കാലത്ത് കെ എസ് ആർ ടി സി സ്വന്തം കാലിൽ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ടോ? സർക്കാരിൻ്റെ ഖജനാവിലെ പണം കൊണ്ട് കെ എസ് ആർ ടി സി ഇനി നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ ഈ കെ എസ് ആർ ടി സിക്ക് മരണമണി മുഴങ്ങിക്കഴിഞ്ഞു. സ്വന്തം കാലിൽ നിൽക്കുന്ന കെ എസ് ആർ ടി സി ഉണ്ടെങ്കിൽ നന്ന്, ഇല്ലെങ്കിൽ എന്താണ് കേരളത്തിലെ ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിന് സർക്കാരിനും ഈ രാഷ്ട്രീയ നേതാക്കൾക്കും മുന്നോട്ട് വെക്കാനുള്ള ഓൾട്ടർനേറ്റീവ് എന്നുള്ളിടത്ത് നിന്ന് നമ്മൾ ചർച്ച ആരംഭിക്കണം. രണ്ടാമത് ഈ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷ പാർട്ടികളുടെ നിലപാട്. പൊതുവെ ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ പറയുന്നതും മോഡിയുടെ BJP സർക്കാർ പറയുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സിക്കി യൂണിറ്റ്സ് ആണെങ്കിൽ സ്വകാര്യവൽക്കരിക്കണം, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കണം എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം. ഇതിനെതിരെ ഇവിടെ പണിമുടക്കൊക്കെ നടത്തി നമ്മളെ എല്ലാവരെയും ബോധവൽക്കരിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ എല്ലാ കാലത്തും നിലനിർത്താനുള്ള ബാധ്യത സർക്കാരിനില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് അവരുടെ മുന്നിലുള്ള മാർഗ്ഗം ഒന്നിൽ സ്വകാര്യവൽക്കരിക്കണം, അല്ലെങ്കിൽ അത് അടച്ചുപൂട്ടണം എന്നുള്ളതാണ്. കഴിഞ്ഞ 6 വർഷമായി കെ എസ് ആർ ടി സിക്ക് ദയാവധം വിധിക്കത്തക്ക രീതിയിൽ ഊർധ്വൻ വലിച്ചൊരവസ്ഥയ്ക്ക് ആർക്കായിരിക്കും ഭരണപരമായ ഉത്തരവാദിത്വം, രാഷ്ട്രീയ ഉത്തരവാദിത്വം ആർക്കാണ്? ഒരേ സമയത്ത് KSEBയിൽ, KSRTCയിൽ, കേരള വാട്ടർ അതോറിറ്റി ഇതിൻ്റെ മുന്നിൽ നടക്കുന്ന സമരം എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് യൂണിയനൈസേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് അവരുടെ പാർലമെൻ്ററി വ്യാമോഹം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ മക്കളുടെ ജോലി സംരക്ഷിക്കാൻ വേണ്ടി അവർ ഈ തൊഴിലാളി താല്പര്യം അടിയറ വെച്ചുകൊണ്ട് അവരവിടെ നിൽക്കുകയാണ്. KSRTCയുടെ കേസിൽ പൂർണ്ണമായി സംസ്ഥാന താല്പര്യത്തിനും എതിരായിട്ടാണ് ഇവർ മൗനമായിട്ടിരിക്കുന്നത്. ശ്രീ ടോമിൻ തച്ചങ്കരി അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ഓപ്പറേറ്റീവ് എക്സ്പെൻസ് കൊണ്ട് ശമ്പളം കൊടുത്തു എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ടോമിൻ തച്ചങ്കരിക്കെതിരെ വളരെ ശക്തമായ നിലപാടെടുത്ത് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുന്ന ഒരു നിലപാടെടുത്തു. ഇപ്പോഴത്തെ ഇരിക്കുന്ന സെക്രട്ടറിമാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ബാധ്യതയില്ല എന്നാണ് അവർ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, PSC ടെസ്റ്റ് എഴുതിയാണ് ഉദ്യോഗാർത്ഥികൾ അവിടേക്ക് വരുന്നത്. ആ അർത്ഥത്തിൽ സർക്കാർ പറഞ്ഞു അവിടെ പോയി ജോലി ചെയ്യാൻ, അതുകൊണ്ട് അവരവിടെ പോയതാണ്. മറ്റൊരു സ്ഥലം ചൂണ്ടിക്കാണിച്ചിരുന്നേ അങ്ങോട്ട് പോയേനെ. അപ്പോൾ എംപ്ലോയർ സർക്കാരാണ്. ആ എംപ്ലോയർ പറയുകയാണ് നിങ്ങൾക്ക് ചെയ്ത ജോലിക്ക് കൂലിയില്ല. എന്താ